അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് 21 സ്ക്വയർ, 22 സ്ക്വയർ, 23 സ്ക്വയർ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കി. അതിൽ ഒരു പാറ്റേണും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു നമ്പർ ഇപ്പോൾ അങ്ങനെ ഏത് നമ്പർ കിട്ടിയാലും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 79 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കും. 79 സ്ക്വയർ ഇതിനെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? നമ്മളൊരു ബോക്സ് വരയ്ക്കുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ 70യെ 9 ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി നമുക്ക് എഴുതാം അല്ലേ? എന്നിട്ട് ഇവിടെ എന്ത് വരും? 70 സ്ക്വയർ എന്ന് വരും. ഇവിടെ 70 ഇൻറ്റു 9 എന്ന് വരും. ഇവിടെയും 70 ഇൻറ്റു 9, ഇവിടെ 9ന്റെ സ്ക്വയർ. എന്ന് വെച്ചാൽ ഇത് ഈ ബോക്സിലുള്ളത് ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ 70 സ്ക്വയർ പ്ലസ് 2 എണ്ണം ഉണ്ട് അല്ലേ? 70 ഇൻറ്റു 9 2 എണ്ണമുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 70 ഇൻറ്റു 9 എന്ന് എഴുതിക്കൂടെ? പ്ലസ് 9 സ്ക്വയർ. 70 ഇൻറ്റു 9 2 എണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എനിക്ക് എഴുതാനായിട്ട് ഇനി 70 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 70 സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 0 ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എളുപ്പമായി. അതുകൊണ്ട് 7ന്റെ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കും. 7ന്റെ സ്ക്വയർ 49. ഇനി ഇവിടെ ഒരു 0 ഉള്ളത് കൊണ്ട് 0 നമ്മൾ എത്ര എണ്ണം ഇടേണ്ടി വരും? ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് 2 സീറോസ്. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 70. 70യുടെ ഡബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, 70 ഇൻറ്റു 9 ആദ്യം ചെയ്യാം, എന്നിട്ട് ഇതിനെ ഡബിൾ ചെയ്യാം. ഓക്കെ, 70 ഇൻറ്റു 9 ചെയ്യുന്നതിന് പകരം 7 ഇൻറ്റു 9 ആദ്യം ചെയ്യാം. 7 ഇൻറ്റു 9 എത്രയാണ്? 63 ആണ് അല്ലേ? 7 ഇൻറ്റു 9 63. ഇവിടെ ഒരു 0 കൂടി ഉണ്ട്, ആ 0 ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ 630 എന്നായി. ഈ 630ന്റെ ഡബിൾ, അതായത് 1260 എന്ന് കിട്ടും. പ്ലസ് 9 സ്ക്വയർ. 9 സ്ക്വയർ എന്ന് പറയുന്നത് 81. ഇനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4000, 5000, 6200 വരും. 6241. ശരിയാണെന്നൊന്ന് ചെയ്ത് നോക്കൂ. 6241. യെസ്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കിയപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഫോർമുല നമുക്ക് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ടോ അല്ലേ? നമുക്ക് ഏതൊരു സ്ക്വയറിന്റെ ചോദ്യത്തിൽ നമുക്ക് ഇതേപോലെ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഒരു കോമൺ ആയിട്ടൊരു ഫോർമുല ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകാം അല്ലേ? അപ്പോൾ ആ ഒരു ഫോർമുല നമുക്കൊന്ന് കണ്ടുപിടിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ 79നെയാണ് ഞാൻ എന്താക്കി എഴുതിയത്? 70യും 9 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഇവിടെയും 70യും ഉണ്ട്, 9ഉം ഉണ്ട് അല്ലേ? 79 സ്ക്വയറിന് ഞാൻ സ്പ്ലിറ്റ് എഴുതി ഒന്ന് ചെയ്ത് നോക്കാം. 70 പ്ലസ് 9 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ 79 സ്ക്വയറിന്. ഇനി ഇപ്പോൾ എന്താ വന്നത്? 70 സ്ക്വയർ വന്നു പ്ലസ് 2 ഇൻറ്റു 70 ഇൻറ്റു 9. ഞാൻ മുകളിലുള്ളത് അതേപോലെ തന്നെ എഴുതുകയാണ് കേട്ടോ, ആദ്യത്തെ സ്റ്റെപ്പിലത്തെ. പ്ലസ് 9 സ്ക്വയർ. ഓ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഫോർമുല കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞാനിവിടെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ആദ്യത്തെ നമ്പറിനെ എ എന്ന് എഴുതണം, ഈ 9നെ ബി എന്ന് എഴുതണം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാക്കി ഈക്വൽ ടു ഇവിടെ 70 സ്ക്വയർ. 70 എന്തായിരുന്നു? എ ആയിരുന്നു. എ സ്ക്വയർ പ്ലസ് 2ന്
വേറെ ആരുമില്ല. അപ്പൊ 2 തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇൻറ്റു 70 ആരായിരുന്നു? എ ആയിരുന്നു. ഇൻറ്റു 9 എന്തായിരുന്നു? ബി ആയിരുന്നു. ബി പ്ലസ് 9 സ്ക്വയർ. 9 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ബി. അപ്പൊ നമ്മുടെ ഫോർമുല നമുക്ക് കിട്ടി. എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു രീതിയിൽ നമുക്ക് ഏതൊരു സ്ക്വയറും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് 5 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സ്ക്വയേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 64 സ്ക്വയർ നോക്കാം. 64 സ്ക്വയർ. 64 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ 60 പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എഴുതി. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. അതിനെ 2ab എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 2ab പ്ലസ് ബി സ്ക്വയർ എന്ന്. ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്ക് പകരം 60 ആണ്. ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 60 ഇൻറ്റു ബി എന്ന് പറയുന്നത് 4 പ്ലസ് 4 സ്ക്വയർ. ഈ താഴത്തെ അത് മാച്ച് കളയാം. 60 സ്ക്വയർ അത് എത്ര വരും? 6ന്റെ സ്ക്വയർ എടുക്കാം. ഇതിന്റെ സ്ക്വയർ എത്ര വരും? 36. 6ന്റെ സ്ക്വയർ 36 എഴുതാം. ഇവിടെ 0 ഉണ്ട്. 0 സ്ക്വയർ ആയി വരുമ്പോൾ 2 0 പ്ലസ് 60 ഇൻറ്റു 4 ആദ്യം ചെയ്യും. 6 ഇൻറ്റു 4 24. 24ന്റെ കൂടെ ഒരു 0 ഇടുക. 240. 240ന്റെ ഡബിൾ 480 പ്ലസ് 4ന്റെ സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് അപ്പോൾ ഏകദേശം ഒരു 4096 എന്നാകാം വരുന്നത്. 4090. യെസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് 35 സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 35 സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എഴുതിക്കൂടെ? 30 പ്ലസ് 5 ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 5 പ്ലസ് 5ന്റെ സ്ക്വയർ ആണല്ലോ. 30 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ 9. എന്നിട്ട് ഇവിടെ ഒരു 0 ഉണ്ട്. 2 0 ഇടാം. പ്ലസ് 30 ഇൻറ്റു 5 5 ഇൻറ്റു 3 115 150 150യുടെ ഡബിൾ 300 പ്ലസ് 5ന്റെ സ്ക്വയർ 24 എന്ന് വെച്ചാൽ 1225. ഓക്കെ, അടുത്തത് 47 സ്ക്വയർ ആണ്. 47 സ്ക്വയർ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. 40 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 7 പ്ലസ് 7. 4ന്റെ സ്ക്വയർ 16. എന്നിട്ട് എന്ത് ചെയ്യാം? 0 അത് സ്ക്വയർ ആയി വരുമ്പോൾ 2 പ്ലസ് 40 ഇൻറ്റു 7 7 ഇൻറ്റു 4 28. 28ന്റെ 280 ഒരു 0 ആഡ് ആവും.
280ന്റെ ഡബിൾ 56. 7ന്റെ സ്ക്വയർ 49. ഇനി തമ്മിൽ ആഡ് ചെയ്യാം. ഏകദേശം 2209 എന്നാകാം കിട്ടുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണോണ്ട് ചിലപ്പോൾ ചെറിയൊരു എറർ വരാം. അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, 2209. അടുത്തത് എന്ത് വരും? 53 സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 53 സ്ക്വയർ. 53 സ്ക്വയർ ഈക്വൽ ടു 15 ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ 50 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 50 ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. 50 സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. 2 zeros പ്ലസ് 50 ഇൻറ്റു 3 150. 150ന്റെ ഡബിൾ 300 പ്ലസ് 3ന്റെ സ്ക്വയർ 9. 2809 എന്ന് കിട്ടും. ഓക്കെ, 2809. ഇവിടെ 2209, ഇത് 280. ഓക്കെ, ലാസ്റ്റ് വൺ 88 സ്ക്വയർ. 88 സ്ക്വയർ എന്ത് വരികയാണെന്ന് നോക്കാം. 88 സ്ക്വയർ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാം? 80യും 80 ആയിട്ട്. ആദ്യം 80 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 80 ഇൻറ്റു 8 പ്ലസ് 8 സ്ക്വയർ. 80 സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ 64. 2 zeros പ്ലസ് 80 ഇൻറ്റു 8 640 ആവും. 640ന്റെ ഡബിൾ 128 പ്ലസ് 64. ഇനി 6400 പ്ലസ് 1200 വെച്ചാൽ 7680. 7680 പ്ലസ് 64 എന്ന് വെച്ചാൽ 7744 എന്നാവും വരുന്നുണ്ട്. യെസ്, കറക്റ്റ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു ഫോർമുല പഠിച്ചത് എന്താണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള പെട്ടെന്നുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്? ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയാണ് ഉള്ളത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.